മോഹൻ റോയ്, ഇത് ഷൈം ടോം ചാക്കോ എന്നൊരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ലല്ലോ നമ്മൾ കാണേണ്ടത്. സമൂഹത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ ഈ ലഹരി ഉപയോഗം വ്യാപകമാകുമ്പോൾ മൊത്തത്തിൽ പുലർത്തേണ്ട ഒരു ജാഗ്രതയുടെ പ്രശ്നമുണ്ടല്ലോ. സമൂഹത്തിന്റെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഡോക്ടർ മോഹൻ റോയ്? സമൂഹത്തിൻ്റെ ആരോഗ്യമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശാരീരിക ആരോഗ്യത്തിനെയും മാനസികാരോഗ്യത്തിനെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് നാളായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ രോഗി ഡോക്ടറെ കൊല്ലുന്ന കാര്യം, അല്ലെങ്കിൽ റോഡ് അരികിൽ വെച്ച് രണ്ടുപേർ വഴക്കെടുത്തത്, ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ അതിക്രമങ്ങളിലും ലഹരി ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ പൊതുവേ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലാകെ ഒരുതരം അരക്ഷിതാവസ്ഥയും ഭയവും ഉണ്ടെന്നാണ് നമ്മൾ പലരോട് സംസാരിക്കുക മനസ്സിലാവുന്നത്. അതായത് നിങ്ങളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വാഹനം പിറകിൽ നിന്ന് കുറേ നേരം ഹോൺ അടിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു കാറിലാണെങ്കിൽ ഇയാൾ മുന്നിൽ വന്ന് തെറി വിളിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് താത്തി അയാളോടൊന്നും തർക്കിക്കാനുള്ള കുറ്റം നിങ്ങളുടെ ആയിരിക്കില്ല കേട്ടോ, എന്നാൽ പോലും ഗ്ലാസ് താത്തി അയാളോടൊന്ന് സംസാരിക്കാനുള്ള പലർക്കും ഭയമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ടൂ വീലറിലാണെങ്കിൽ ഇവൻ പുറകെ വന്ന് നിങ്ങൾക്കിട്ട് പണിയുമോ എന്നുള്ളതാണ് സംശയം. അത്തരത്തിലുള്ള സമൂഹത്തിലാകെ ഒരു ഭയം ലഹരിയുടെ വ്യാപനം കൊണ്ടുണ്ടായിരിക്കുന്നുള്ളതാണ്. ഇപ്പോഴേ പുതിയ കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിനെതിരായിട്ട് ഫലപ്രദമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്താണ് ഏറ്റവും കൂടുതൽ ലഹരി, നമ്മൾ പണ്ട് ഈ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു ഹബ്ബെന്നാണ് പറയപ്പെടുന്നത്, ഈ ബാംഗ്ലൂരിലൊക്കെ എത്തിയ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഇത് എല്ലാ മേഖലകളിലും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി എന്നതിനപ്പുറം സാങ്കേതിക മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും സിനിമാ രംഗത്തും എല്ലാ മേഖലകളിലും, അത് പ്രൊഫഷണലുകളുടെ ഇടയിലാവട്ടെ കുട്ടികളുടെ ഇടയിലാവട്ടെ, ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നിരോധിച്ച വസ്തുക്കൾ ആൾക്കാരുടെ കയ്യിൽ എത്തുന്നതിനെക്കുറിച്ചാണ്, നിരോധിച്ച വസ്തുക്കൾ കുട്ടികളുടെ കയ്യിൽ എത്തുന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട ഒരു സാധനം ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് പ്രാഥമികം. അത് ആൾക്കാരുടെ കയ്യിലെത്തുന്നു, അത് ഉപയോഗിച്ച് ഇത്തരം സാമൂഹികമായ പ്രശ്നങ്ങളുണ്ടാകുന്നു, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടാകുന്നു, ബന്ധങ്ങൾ തകരാറിലാകുന്നു, കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നു, സമൂഹത്തിൽ അക്രമവും അരക്ഷിതാവസ്ഥയും വർദ്ധിക്കുന്നു, പോലീസിന് തലവേദനയായി മാറുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ നിരോധിച്ച വസ്തുക്കൾ ആൾക്കാരുടെ കയ്യിലെത്തുന്നു എന്നുള്ളതിൻ്റെ ശൃംഖലകളും മറ്റുമൊക്കെ തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അവയെ നമ്മൾ ഫലപ്രദമായി നേരിടുന്നുണ്ട്. അല്ലെങ്കിൽ നാം സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഒരു 20-30 വർഷം മുമ്പുള്ള കേരളീയ സമൂഹത്തിൽ ഈ ലഹരി എന്ന് പറയുന്നത് എത്ര പേരിൽ ഒതുങ്ങിയിരുന്നു എന്നും എങ്ങനെയായിരുന്നു അറിയും. ഈ പഴയ കാലത്തെ പരാമർശങ്ങളൊക്കെ, പണ്ട് കാലത്ത് ചില വ്യക്തികൾക്കെതിരായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, ടിയാൻ സർവോപരി ഒരു മദ്യപാനിയുമാകുന്നു എന്ന് എഴുതി കൊടുക്കുമായിരുന്നു അത്രേ പരാതി ബോധിപ്പിക്കുമ്പോൾ. അതായത് മദ്യപാനം തന്നെ അത്രയധികം നിഷിദ്ധമായ ഒരു വലിയ കുറ്റകൃത്യമായി, ഒരു വ്യക്തിയെ അടച്ചാക്ഷേപിക്കാനുള്ളൊരു കാര്യമായി മദ്യപാനത്തെ പോലും കണ്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ തന്നെ ഇത്തരത്തിൽ സമൂഹത്തിന് മാതൃകയാവേണ്ടവർ, സിനിമാ നടന്മാരും നടിമാരും ഒക്കെ സമൂഹത്തിന് മാതൃകയാവേണ്ടവരാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു തർക്ക വിഷയമാണ്, ഇതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും ലഹരി സർവ്വവ്യാപി ആയിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ശരി തന്നെയാണ്.